ഇത്ര ഓടിക്കോട്ടെ അച്ഛനൊക്കെയാണ് ഇവിടെ സവാദൊക്കെ കണ്ട് ഇറങ്ങിയാണ് കേട്ടോ. സംഭവം നല്ലൊരു സ്ട്രൈക്കായിരുന്നു. മൂന്നാലിനതാ അധികമല്ല, കൊഞ്ചമാ. ഓ ഇപ്പൊ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു അടിപൊളി കിടക്കാച്ചി സ്പോട്ടിലാണ് കേട്ടോ. നമ്മുടെ അട്ടപ്പാടിയിൽ ഇതൊക്കെ നമ്മുടെ കാർപ്പിനെ പിടിക്കാനാണ്. കാർപ്പ് എന്ന് പറഞ്ഞാൽ പ്രഡേറ്റർ ആയിട്ടുള്ളൊരു കാർപ്പുണ്ട്, പകിരി എന്നൊക്കെ പറയുന്ന സാധനം. അധികം ആളുകളും കേട്ട് പരിചയം ഉണ്ടാവില്ല. എന്താണ് വേറെന്തോ ഒരു പേരുണ്ട്, പേര് ഞാൻ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ കഥ തുടങ്ങണ ഇവിടെ നിന്നല്ല, കഴിഞ്ഞ ദിവസം രാത്രി 2 മണിക്ക് തുടങ്ങിയ പരിപാടി അവിടുന്ന് ഇങ്ങോട്ട് വരുമല്ലോ. രാത്രി ഏകദേശം 2:30 ടൈമിലാട്ടോ നമ്മുടെ പെരേന്ന് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ ലക്ഷ്യസ്ഥാനം എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ നമ്മളെ ജലീൽഖാൻ്റെ അടുത്തേക്ക് പുല്ലാരയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അട്ടപ്പാടിയിലോട്ട് തിരിക്കാൻ. അപ്പോൾ നേരെ പെട്രോൾ പമ്പിലോട്ട്. ഇവിടെ ഭാരത് പെട്രോളിയത്തിൻ്റെ കുറച്ചൊക്കെ ക്വാളിറ്റി എനിക്ക് പൊതുവെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഫുൾ ടാങ്ക് 467 ഗൂഗിൾ പേ. അവിടുത്തെ കലാപരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ രാത്രിക്കത്തെ യാത്ര എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പക്ഷേ എപ്പോഴെങ്കിലൊക്കെ ഉറക്കം വന്ന കഴിഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സൈഡാക്കി ഒരു ഭാഗത്ത് കിടന്നോണം. അതാണ് എൻ്റെ ഒരു പോളിസി. അപ്പോൾ നല്ല അടിപൊളി ഓഫ് റോഡാണ് കേട്ടോ. കുറച്ച് അപകടം പിടിച്ചാണ് നമ്മൾ ജലീൽഖാൻ്റെ വീട്ടിലോട്ടുള്ള വഴി കേട്ടോ. ഓക്കേ, നല്ല ചായ. അപ്പോൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഇറങ്ങിയപ്പോൾ നമ്മുടെ കൂടെ 3 ആളായി. വേറൊരു സുഹൃത്തും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവനും ജോയിൻ ചെയ്ത് പിന്നെ പകലുള്ള കാഴ്ചകളാണ് അത്. അങ്ങനെ പല ആളുകളുണ്ട് വയ്യിലൊക്കെ കിടക്കുന്നത് പറഞ്ഞല്ലേ, അടിപൊളി. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ കാടും മലയൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോൾ ഏത് നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ നല്ല സുന്ദരമായ സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെ അട്ടപ്പാടിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നമ്മുടെ സവാദങ്ങൾ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉഷാറാക്കൂലേ, മീൻ പിടിച്ചൂലേ? പിന്നെ അവിടുന്ന് നമ്മുടെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് നമ്മുടെ സ്പോട്ടിൽ പുഴയുടെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്പോട്ടും ഇതൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ ചങ്ങന്മാരെ. അപ്പോൾ നമ്മളിത് വന്നെത്തിയതാണെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇടയിലുള്ള ചെറിയ ചെറിയ സ്പോട്ടിൽ നിന്ന് അടിക്കുന്നുണ്ട്. ടോപ്പ് വാട്ടറിനാട്ടോ നമുക്ക് കൂടുതലായിട്ട്. ഇതൊരു ഹാൻഡ് മെയ്ഡ് ലൂറാണ്. ടോപ്പ് വാട്ടറിന് അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്വിങ്ങിങ്ങും സ്പിന്നറിനും എല്ലാത്തിനും സ്ട്രൈക്കുണ്ട്. ഇതിങ്ങനെ ചെറിയ ഗ്യാപ്പിൽ ഇട്ട് കൊടുത്തൊക്കെയാണെങ്കിൽ അടിപൊളിയാണ്. മൂന്നാലിനതാ അധികമല്ല, കൊഞ്ചമാ. ഓ ഇപ്പൊ ഫുള്ള് സ്ട്രൈക്കാണ്. ഇപ്പൊ ശരിയാക്കി തരാം. ഫുള്ള് മീനാ. എത്ര വട്ടം അടിച്ചാ അറിയോ? ഇതെന്താ ഫൗളുക്ക് ആയതാണോ എന്താന്ന് അറിയില്ല കേട്ടോ. ഇട്ടപ്പം തന്നെ ഉക്കായി. ഇതെന്ത് മീനാ? പരലല്ലേ? മത്തിപ്പരല. അയ്യോ എടുത്തണിക്ക. നമ്മളെ വാലാത്തൻ്റെ ഒക്കെ മാതിരി നമ്മൾ അറ്റാക്ക് ചെയ്ത് നിറച്ചും മുള്ളും ഇതൊക്കെ ഉണ്ട്. ഫുള്ള് ലൈനും ഇതൊക്കെ ആയിട്ട് കേട്ടോ. നമ്മളെ വെളുമ്പാറ്റി പരലൊന്നല്ല കേട്ടോ, അത് വേറെ എന്തോ തന്നെയാണ്. ഒരു കല്ലും മുള്ളും നിറഞ്ഞ വൈകളാണ് പറഞ്ഞില്ല. അത് നോക്കിയ ഇതിൻ്റെ അവസ്ഥ. പിന്നെ നമ്മളെ കൂടെ കട്ടൊക്കെ നമ്മളെ തങ്ങളും ഉണ്ട് കേട്ടോ. തങ്ങളാണ് നമ്മളെ വൈകാട്ടി. പിന്നെ ആന ഇതൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. എന്നാലും ഇതിൻ്റെ സാധനം ഇത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തേറ്റി ഇവിടെ എന്തോ ഒന്ന് കിട്ടിയാണ് കേട്ടോ ഞങ്ങൾക്ക്. എന്താണ് ആളെ ഇല്ലല്ലോ? എന്തെങ്കിലും ഉണ്ടോ? എന്തോ ഒന്നിനും കണ്ടു. ആ അടിപൊളി. അയ്യോ അടുത്ത കല്ലിൻ്റെ ഉള്ളിൽ പോയി. ഇത് ഈ കല്ലിൻ്റെ ഉള്ളിലുണ്ടാവും. മെല്ലെ പൊക്കി. ഇത് കണ്ടോ? അതെന്താ സാധനങ്ങൾ പറയല്ലേ? ചേറാൻ്റെ കുട്ടിയാ? അടിപൊളി. അടുത്ത അങ്ങോട്ട് പോയി. ഇതേ ഈ കല്ലിൻ്റെ നമ്മളെ ചേറാൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇതിൽ എത്രത്തോളം കിട്ടിയെന്ന് അറിയില്ല. നമുക്ക് ഏതായാലും അടുത്ത
സ്പോട്ട് ഇങ്ങനെ എറിഞ്ഞു പോവാം. ഏത് ആ അതെന്തിനുള്ള വരുന്നോ? മൂത്രക്കല്ലിനോ? എന്താ അതിന്റെ പേര്? കല്ലൂർ വഞ്ചി എന്ന് പറയും. കല്ലൂർ വഞ്ചി. ഓക്കെ, ഏതായാലും കണ്ടോളി. ഭയങ്കര വാല്യുള്ള കല്ലൂർ വഞ്ചിയില്ലേ? ഇങ്ങനത്തെ ഇത് കാട്ടിലൊക്കെ ഉണ്ടാവണ തന്നെ? ഇത് ഇല്ല, ഈ ആ ഇങ്ങനത്തെ കല്ലിന് മാത്രം ഉണ്ടാവുന്നതാണല്ലേ? ബെസ്റ്റ് മരുന്നാണ് കല്ലൂർ വഞ്ചി. നമുക്ക് എന്താക്കാം, അടുത്ത സെക്ഷൻ ഇവിടുന്ന് എറിഞ്ഞു നോക്കാം. അടിക്കുന്നുണ്ടോ അറിയാലോ. നേരെ കണ്ണിലാട്ടോ. പിന്നെ നമ്മുടെ ഹാൻഡ് മെയ്ഡിൽ തന്നെ. ഇതാണ് നമ്മുടെ കർണാട്ടിക് കാർപ്പ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താ പറയലേക്ക്, എന്താണ് പകിരി അല്ലേ? ഇവിടെ പകിരി. നമ്മുടെ കാണാൻ നമ്മുടെ കടുങ്ങാലിയുടെ ഒക്കെ പോലെ തന്നെയാണ്, പക്ഷേ മൊത്തത്തിൽ കളറൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മുടെ കാർപ്പിൻ്റെ ഇതിൽ തന്നെയാണ്, പക്ഷേ കാർപ്പ് ഐറ്റംസ് ഒന്നും എന്താവാറില്ല, പൊതുവെ നമുക്ക് ലൂറിന് അടിക്കാറില്ല. ഇത് കുറച്ച് അറ്റാക്കിങ് പ്രെഡേറ്റർ ഫിഷിൽ പെട്ടതാണ് കേട്ടോ. ആ അതെ, അത് നമുക്ക് എടുക്കാം. ഇൻഷാല്ലാ, കുഴപ്പമില്ല, എടുക്കാം. ഇങ്ങനെയാണ് കല്ലിൻ്റെ എല്ലാം പൊന്തിക്കണ സാധനമാണേ. പൊന്തിക്കണ സാധനം താന്നാണ്ടോ? ഒന്നെങ്കിൽ മീനെ കുടിക്കാണ്ട് ടൈമൊന്നും ഒഴിഞ്ഞുണ്ടാവും. നല്ല ആയുണ്ടോ അവിടെ? ഈ പൂക്കളൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. കടിഞ്ഞാലിന്റെ പോലെ തന്നെ ഉണ്ടല്ലോ കാണുമ്പോ. സ്ഥലമൊന്നും വലിയൊരു കണക്കില്ല, എന്നാലും അയ്യോ അടിച്ച് അയ്യേ. കല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പറയാൻ നിങ്ങൾ പറയുന്നുണ്ടോ? ഇവിടെയൊക്കെ ഡീപ്പിക്കൊക്കെ സാധനം മീനുണ്ട്. ഫിഷിൻ്റെ ആക്ടിവിറ്റി നന്നായിട്ട് കാണുന്നുണ്ട് ഉള്ളിലേക്കൊക്കെ. അടിപൊളി. അത് ഹാൻഡ് മെയ്ഡ് സ്പിന്നറിലാണ് കേട്ടോ. ഇതെന്താണ് കറണ്ട്? ആ ഉണ്ട് 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 ഉണ്ട്. എന്തായാലും പെട്ടേ ഞണ്ടുണ്ട് ഇനി. അടിപൊളി. ഇത് നമ്മുടെ ഏതോ പരലാണ്, മത്തിപ്പരല. നേരെ പോയപ്പോ ഒരു കാര്യമില്ല, നമുക്ക് വേറെ ദിവസമാക്കാം. ഡാമക്കായി നമ്മുടെ അടുത്ത സ്പോട്ട് ഇവിടുന്ന് നല്ല ഇങ്ങനെ മാറാനുള്ള പരിപാടിയാണ്. മൂന്നാലെണ്ണം കിട്ടിയിട്ടുള്ളൂ. പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പുറം പാകலாம். ഉച്ചക്ക് ഇവിടെ ഒന്നും കിട്ടാനില്ലായിരുന്നില്ല, നല്ല തേങ്ങാ പെണ്ണാണ് കേട്ടോ. പശുവമ്പൊക്കെ ഉണ്ടായിരുന്നില്ല. വെള്ളാരം കല്ലിൻ്റെ ഇതുണ്ടോ?
ഒരു രക്ഷയില്ല അങ്ങനെ പറയാം. ഫുള്ള് പൂമ്പാറ്റ. അത് ഇവിടുന്ന് അങ്ങോട്ട് വന്നു അറിയിച്ചില്ലേ, ആരെങ്കിലും കൈമ വന്നിരിക്കടോ, നല്ലല്ല അതിൻ്റെ ഒരു രസം കിട്ടുള്ളായിരുന്നില്ലേ. ഫുള്ള് നോക്കിയേ, ഞങ്ങളിതൊക്കെ വേണം എന്തൊക്കെ നുള്ളി പറിക്കുന്നുണ്ട് കാരണില്ലേ. എന്താണ് ഞങ്ങളെ സംഭവം? ഇത് പാണപ്പഴം എന്ന് പറയും. പാണപ്പഴം. ഇതാണോ സാധനം? ആ, ഉറുമ്പൊക്കെ ഒന്നായിട്ട് ഇതാക്കിയാണല്ലോ. പൈത്താണോ അത്? അത് പറ്റും. ഓ മുളിയറുമ്പ് ഇതൊക്കെ ഉണ്ട്. കടിച്ച് പിടിച്ചൊക്കെ വിടറ. അറിഞ്ഞോളന്നില്ല. ആ ഞാൻ കായുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റം ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് കണ്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു ജെല്ല് പോലെ ഒരു പാണപ്പഴല്ലേ? ഒന്നുകൂടി വിളിച്ചാണ് അതിൻ്റെ ഉള്ളിൽ. നല്ല പൈത്തൊക്കെ ആണെങ്കിൽ കളറാണ്ട് മാറി വരുമല്ലേ? അതന്നെ അതന്നെ. ആ ഓക്കെ. അത് ഇതിനുള്ളിൽ ഒരു ജെല്ലുണ്ടാവും, നമ്മളെ അലോവേര ജെല്ല് പോലത്തെ ചെറിയൊരു ജെല്ല്. അത് ചെറിയൊരു മധുരം. അതിൻ്റെ സീഡാണല്ലേ? ആ, അത് തന്നെ സീഡ്. ഓക്കെ. ഇത് എല്ലാ ഭാഗത്തൊന്നും കാണൂല. ഇവിടെയൊക്കെ വലിപ്പമുള്ളതൊക്കെ ഉണ്ടല്ലോ, നിറയെ ഉണ്ടല്ലോ. അത് ഇതിൻ്റെ ചെടി ഇതാണ് കേട്ടോ. കണ്ട കളിക്കായ് ഇതൊന്നും പിടിച്ച് കഴിക്കും വേണ്ട. മുമ്പൊക്കെ വേറെ കായൊക്കെ കഴിച്ചിട്ട് നല്ല പണി കിട്ടിയ സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ട്. ചർച്ചയിലൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഇക്കതൊക്കെ അടിപൊളി സാധനം. ഞാനേതായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതിപ്പോൾ ഒരു വലിയ സംഭവം ഒന്നും പറയണ്ട. ചില ആൾക്കാർക്ക് ഇത് നിസ്സാരമായിരിക്കും, പക്ഷെ ഇത് കാണാത്ത ആളുകൾക്ക് വേണ്ടി അല്ല, എന്നാലും കാണണമെന്നില്ല. നമ്മൾ വലിയൊരു സംഭവം, നല്ലൊരു മധുരമുള്ള ടൈപ്പാട്ടാ. നമ്മൾ വലിയൊരു സംഭവമാക്കി എന്ന് പറയും വേണ്ട. സുന്ദരമായ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലേസിലാട്ടോ. ഒരാൾ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വന്നണേ. എന്തുകൊണ്ടാ തരേ പോ ചങ്ങായി. ഏതോ വീട്ടിൽ വളർത്തണമെന്ന് തോന്നുന്നുണ്ട്. നല്ല കണക്കുണ്ട് കേട്ടോ. ടാറ്റാ. ഞാനാ ഒരു രക്ഷയില്ല, മൊത്തത്തിൽ പൊളി വൈബാറുന്നില്ല. ഈ സ്ഥലമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ അൾട്രാലൈറ്റും കൊണ്ടാണ് ഇപ്പോൾ ഫുള്ള് കളിക്കുന്നത്. നമ്മൾ പകിരിൻ്റെ കൂടെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത് വന്ന സാധനം പറഞ്ഞൊക്കെയാണ് നമ്മുടെ സ്നേക്കട്ട് പറഞ്ഞു. ഈ കർണാടക ഏരിയയിലൊക്കെ കണ്ടുവരുന്നൊരു ബ്ലാക്ക് ഡോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സാധനത്തിന് നമ്മൾ വിചാരിച്ച പുഴയിൽ എന്താണെന്ന് വെച്ചൊക്കെയാണെങ്കിൽ ഭയങ്കര കലക്കായിപ്പോയി. അപ്പം പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള നിലക്കാണ് പകിരിൻ്റെ പിറകെ കൂടി. അതും നമ്മൾ പിടിക്കാത്തൊരു സ്പീഷ്യസ് തന്നെയാണ്. മെല്ലെ മെല്ലെ മെല്ലെ. നമ്മുടെ ചങ്കിനോടൊരു മീനാണ് കിട്ടുന്നതൊക്കെ. എത്ര ഓടിക്കോട്ടെ, ഇവിടുന്ന് അടുത്തുനിന്ന് അടിച്ചതല്ലേ. ഇവിടെ തന്നെയാണ് സാധനം. അതേരാ ഇറങ്ങണോ? ഇതിങ്ങനെ ബലം പിടിക്കേണ്ടത്. ഈ ഗ്യാപ്പിൽ നോക്കുന്നു, ഈ ഗ്യാപ്പിൽ നിന്നാ നല്ല കരി നല്ല കണ്ണിന് ഇവിടെ ഇവിടെ വന്ന് വിട്ടു കൊടുക്കും. അടുത്ത് തിരക്കി ഗേറ്റിലേക്കൊക്കെ കയറ്റി അതിലിട്ടോ, അതിലിട്ടോ ഗ്രിപ്പിലിട്ടോ. വേറില്ലാത്ത വീഡിയോ നമ്മുടെ കുട്ടന് ഏകദേശം എത്ര ഉണ്ടാവില്ല? ഒരു 3 കിലോ.
ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ, പൂച്ചന്റെ മീശയും കൊണ്ട് നടക്കാറുന്നില്ല. അപ്പൊ അതെല്ലാം നോക്കുക, ആർക്കെല്ലാം ഇനിയും ഉണ്ടാവും തന്നെയല്ലേ.